നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനായി തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാരുണ്യയാത്ര സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ മേഖലാതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് ഡിവൈഎസ്പി VK രാജു ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത മരത്താക്കര പുഴമ്പളം റോഡിന് സമീപം നിയന്ത്രണം വിട്ട ലോറി 7 പെട്ടി ഓട്ടോറിക്ഷകളിൽ ഇടിച്ചു കയറി അപകടം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. മരത്താക്കരയിലെ ഫിഷ് മാർക്കറ്റിന് മുൻപിൽ മീൻ കൊണ്ടുപോകാൻ നിർത്തിയ വാഹനങ്ങളിലേക്കാണ് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി പാഞ്ഞു കയറിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ അഴീക്കോട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും തൊഴിലാളികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വടം ഭേദിച്ച സമരക്കാർ ഫിഷറീസ് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മാളക്കടവിൽ സ്ഥിതി ചെയ്യുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി വലിയ പറമ്പിലേക്ക് മാറ്റുന്നതിനെതിരെ MCF പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് മെമ്പർ AA അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളിലെ വെട്ടിക്കുറച്ച സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാണിയങ്കാവ് മാവേലി സ്റ്റോറിന് മുൻപിൽ പ്രതിഷേധ കൂട്ടം സംഘടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് CEO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുമെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകരുതെന്ന് നിർദ്ദേശിച്ച സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കണം, ശോഭ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകിയ 3 വീടുകളിലെ താക്കോൽദാനം നടത്തി. കല്ലിങ്കൽ പ്രേമ, നിർമ്മല ശശി, മാരിക്കൽ ബാബു എന്നിവർക്കാണ് വീടുകൾ നൽകിയത്. ലയൺസ് ഇന്റർനാഷണൽ മുൻ മൾട്ടിപ്പിൾ ചെയർമാനും മണപ്പുറം റിതി ജ്വല്ലറി MDയുമായ സുഷമ നന്ദകുമാർ വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. സിൽവർ വാറ്റുചാരായവും വാറ്റുപകരണങ്ങളുമായി പ്രതി അറസ്റ്റിൽ. കോലഴി പാടുക്കാട് തുരുത്ത് ഭാഗത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് ചാരായം വാറ്റി വിൽപ്പന നടത്തിവന്ന മുകുന്ദപുരം താലൂക്ക് തൃക്കൂർ കല്ലൂർ പുത്തൻ വീട്ടിൽ ഷിജോണിനെയാണ് കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ KV നിതിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ വനം വകുപ്പ് കോൺഫറൻസ് ഹാളിൽ ശാസ്ത്രീയ പാമ്പുപിടുത്ത ഏകദിന പരിശീലന ക്യാമ്പ് നടത്തി. ഉച്ചവരെ തിയറി ക്ലാസുകളും ഉച്ചതിരിഞ്ഞ് പ്രാക്ടിക്കൽ ക്ലാസുകളുമാണ് നടത്തിയത്. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി ബസ് ഫീ പിരിക്കുന്നത് നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാർ തടഞ്ഞു. പിരിവ് നടത്തിയ ആളിൽ നിന്നും രസീത് ബുക്ക് പിടിച്ചെടുത്തു. ബസ് ഫീ പിരിക്കുന്നതിനായി നഗരസഭ കരാർ നൽകിയിരുന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.